ഹായ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 14-ാം എപ്പിസോഡിലൂടെ ഒരു നല്ല സെയിൽസ്മാൻ ഉണ്ടായിരിക്കേണ്ട 10 ഗുണങ്ങളിൽ 5 നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അതിൽ ബാക്കി 5 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹായ്, ഞാൻ KKM കൊണ്ടോട്ടി, ദ സ്റ്റാർ ക്രിയേറ്റർ. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു സെയിൽസ്മാൻ ഉണ്ടായിരിക്കേണ്ട 10 ഗുണങ്ങളിൽ 5 നമ്മൾ ചർച്ച ചെയ്തത്. അതിൻ്റെ ബാക്കി 5 ഈ 15-ാം എപ്പിസോഡിലൂടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. 6-ാമത്തേത് ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കുക എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ ഒരു സെയിൽസ്മാൻ അവൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അവൻ്റെ നാവ് തന്നെയാണ്. അതുകൊണ്ട് അവൻ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ളവനായിരിക്കണം, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവനായിരിക്കണം. എന്ന് പറയുമ്പോൾ ഒരു സെയിൽസ് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളൊരു പ്രോസ്പെക്റ്റിനെ മീറ്റ് ചെയ്യുമ്പോൾ ആരെ കാണണമെന്നും എപ്പോൾ കാണണമെന്നും എങ്ങനെ അദ്ദേഹവുമായി സംസാരിക്കണമെന്നും തൻ്റെ സെയിൽസ് പ്രസന്റേഷൻ ഏത് രീതിയിലൊക്കെ ആയിരിക്കണമെന്നും കൃത്യമായ ധാരണ ഈ സെയിൽസ്മാൻ ഉണ്ടായിരിക്കണം. ആ കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ എന്താണോ ആ സെയിൽസ് ക്ലോസ് ചെയ്യുന്നതിന് ആവശ്യമായ കമ്മ്യൂണിക്കേഷനും ആ പ്രോസ്പെക്റ്റിനെ ഏത് രീതിയിലാണ് കൺവിൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും കൃത്യമായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ അവിടെ ആ കമ്മ്യൂണിക്കേഷൻ വിജയിക്കുന്നുള്ളൂ. ആ കമ്മ്യൂണിക്കേഷൻ കൃത്യമായി ആഗ്രഹിച്ച രീതിയിൽ നടത്താൻ കഴിയുമ്പോൾ മാത്രമേ ആ പ്രോസ്പെക്റ്റ് കൺവിൻസ്ഡ് ആകുന്നുള്ളൂ, അവിടെ സെയിൽസ് ക്ലോസ് ചെയ്യപ്പെടുന്നുള്ളൂ. ഈ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നിങ്ങളടുത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ സെയിൽസ് ആ പ്രോസ്പെക്റ്റിന്റെ അടുത്ത് ക്ലോസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിന് വ്യക്തമായ ക്ലാരിറ്റിയോട് കൂടി കൃത്യമായി ടൈം ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് കൃത്യമായ രീതിയിൽ നിങ്ങളെ കാര്യങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത്, ആ പ്രോസ്പെക്റ്റിന്റെ അടുത്ത് അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ആ സെയിൽസ് നിങ്ങൾക്ക് ക്ലോസ് ആകുകയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് സെയിൽസ് മാൻ കൃത്യമായി നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണമെന്ന്. 7-ാമത്തേത് നോളജബിൾ എന്നാണ്. എന്ന് പറയുമ്പോൾ ഈ സെയിൽസ്മാൻ കൃത്യമായി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ഈ പ്രോസ്പെക്റ്റിനെ കൺവിൻസ് ചെയ്യാൻ സാധിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും പ്രോസ്പെക്റ്റ് കൺവിൻസ്ഡ് ആകണമെങ്കിലും അത് അവതരിപ്പിക്കാനുള്ള നോളജും അറിവും എക്സ്പേർട്ടൈസും എല്ലാം നിങ്ങളൊരു പ്രോഡക്റ്റ് ആകട്ടെ, ഒരു സർവീസ് ആകട്ടെ, ഒരു ഐഡിയ ആകട്ടെ, എന്ത് തന്നെ സെയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിലും നിങ്ങൾക്ക് അതുണ്ടായിരിക്കണമെന്നാണ്. അതിനാവശ്യമായ നോളജും അറിവും നിങ്ങൾ കൃത്യമായിട്ടുണ്ടായെങ്കിൽ മാത്രമേ ആ കാര്യം കൃത്യമായി ആ പ്രോസ്പെക്റ്റിന്റെ അടുത്ത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അത് നിങ്ങളുടെ ഒരു സെയിലായിട്ട് മാറുകയുള്ളൂ. 8-ാമത്തേത് സെയിൽസ്മാൻ എഫിഷ്യൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു ലീഡ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരെപ്പോൾ കാണണമെന്നും എങ്ങനെ കാണണമെന്നും ഏത് രീതിയിൽ അവതരിപ്പിക്കണമെന്നും എല്ലാം നിങ്ങൾ ഒരു സ്ട്രാറ്റജി ഫോം ചെയ്യും. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എത്രയും വേഗത്തിൽ ആ സെയിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കണമെന്നുള്ളതാണ്. അത് സാധിക്കണമെങ്കിൽ അത്രയും എഫിഷ്യൻ്റായി ഈ സെയിൽസ്മാൻ വർക്ക് ചെയ്യണമെന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ അവിടെ സമയം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏർലിസ്റ്റ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് ആ പ്രോസ്പെക്റ്റിനെ പോയി കാണാനും കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ആ സെയിൽസ് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാനും സാധിക്കണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ നിങ്ങൾ ഈ എഫിഷ്യൻസിയെ തകർക്കുന്ന രീതിയിലുള്ള മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും അതിൽ വരാൻ പാടില്ല. മറ്റ് ജോലികളിലൊന്നും നിങ്ങൾ ഇൻവോൾവ് ആകാൻ പാടില്ല. നിങ്ങൾ കൃത്യമായി ഫോക്കസ്ഡായി
വളരെ എഫിഷ്യൻ്റായി നിങ്ങൾ ആ സെയിൽസിന് വേണ്ടി, ആ പ്രോസ്പെക്റ്റിനെ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുകയാണ് എങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ബി എഫിഷ്യൻറ്റ് എന്നുള്ളതാണ്. 9ാമത്തെ, സെയിൽസ്മാൻ ഒരു ലീഡർഷിപ്പ് ആറ്റിറ്റ്യൂഡ് ഉള്ളവനായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, എന്താണ് ഒരു 1-to-1 കൺവേർസേഷനിൽ അല്ലെങ്കിൽ ഒരു സെയിലിൽ ഒരു ലീഡർഷിപ്പിന്റെ ആവശ്യം, അവിടെ എങ്ങനെയാണ് ലീഡർഷിപ്പ് ഉണ്ടാകുക എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ലീഡർ എപ്പോഴും നല്ല ഒരു ലിസണർ ആയിരിക്കണം. ഈ പ്രോസ്പെക്ട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കാനുള്ള ഒരു മനസ്ഥിതി ഇദ്ദേഹത്തിനുണ്ടായിരിക്കണം. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കൃത്യമായി കേൾക്കുമ്പോൾ മാത്രമേ ഈ പ്രോസ്പെക്റ്റിന്റെ പെയിൻ പോയിന്റ്സുകൾ നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. ഈ പെയിൻ പോയിന്റ്സുകൾക്ക് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ സെയിൽസ് അവിടെ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരു ലീഡർഷിപ്പ് ആറ്റിറ്റ്യൂഡോട് കൂടി നിങ്ങൾ ആ കസ്റ്റമർ അല്ലെങ്കിൽ പ്രോസ്പെക്റ്റുമായിട്ട് നിങ്ങൾ സംസാരിക്കുകയും അദ്ദേഹത്തെ കൃത്യമായി നിങ്ങൾ കേൾക്കുകയും അദ്ദേഹത്തിന്റെ നീഡും അദ്ദേഹത്തിന്റെ പെയിൻ പോയിന്റ്സുകളും നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്താൽ അടുത്തതും ഒരു ലീഡറുടെ സ്റ്റൈൽ തന്നെയാണ്, ഒരു ലീഡറുടെ ആക്ഷനാണ്. എന്ന് പറയുമ്പോൾ എന്താണോ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കിയാൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ലീഡർ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒരു ലീഡർഷിപ്പ് ആറ്റിറ്റ്യൂഡോട് കൂടി നിങ്ങൾ അദ്ദേഹത്തെ കേൾക്കുകയും അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളും പരാതികളും നിങ്ങൾ മനസ്സിലാക്കുകയും ആ പ്രശ്നങ്ങൾക്കും പരാതികൾക്കും നിങ്ങളടുത്ത സൊല്യൂഷൻ ഉണ്ട്. അത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ആകാം, നിങ്ങളുടെ സർവീസ് ആകാം, നിങ്ങളുടെ ഐഡിയ ആകാം. അത് അവരുടെ ഒരു സൊല്യൂഷനാക്കി നിങ്ങൾക്കത് കൊടുക്കാനും സാധിക്കുമ്പോൾ നിങ്ങൾ ആ ലീഡർഷിപ്പ് ആറ്റിറ്റ്യൂഡ്, ആ ലീഡർഷിപ്പ് ക്വാളിറ്റി അവിടെ പൂർത്തിയാക്കുന്നു. അതിലൂടെ നിങ്ങളുടെ സെയിൽസും അവിടെ പൂർണ്ണമാകും. 10ാമത്തേതും അവസാനത്തേതും ബാലൻസ് ആണ്. എന്ന് പറയുമ്പോൾ 14ാമത്തെ എപ്പിസോഡിലൂടെ നമ്മൾ 5 കാര്യങ്ങൾ പറഞ്ഞു. ഇന്നത്തെ ഈ 15ാം എപ്പിസോഡിലൂടെ 5 എണ്ണവും പറയുകയാണ്. അതിൽ 10ാമത്തത് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 9 എണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ശ്രദ്ധിക്കേണ്ടത്, ഈ പറഞ്ഞ 9 കാര്യങ്ങളും ഒരു സെയിൽസ്മാൻ കൃത്യമായി ബാലൻസ്ഡ് ആയിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് കൃത്യമായ നല്ല രീതിയിൽ ആ സെയിൽസ് അവിടെ ക്ലോസ് ചെയ്യപ്പെടാൻ സാധിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറഞ്ഞ 9 കാര്യങ്ങളിൽ ഏതെങ്കിലും 1-2 മേഖലയിൽ നിങ്ങൾ എക്സ്പേർട്ടൈസ് ആണെന്നിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം മറന്നുകൊണ്ട്, അതായത് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ സെയിൽ ക്ലോസ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അതിന് പകരം നിങ്ങളുടെ കാപ്പബിലിറ്റിയും എബിലിറ്റിയും അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രകടമാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ടോൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതല്ലെങ്കിൽ നിങ്ങളുടെ ജസ്റ്റേഴ്സ്, വാട്ടെവർ ഇറ്റ് മേ ബി, അത് നിങ്ങൾ അദ്ദേഹത്തിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ, ഓവറായിട്ട് കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ അവിടെ ഒരു പ്രസന്റേഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കത് നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ 9 കാര്യങ്ങളും കൃത്യമായി ബാലൻസ്ഡ് ആയിക്കൊണ്ടുള്ള ഒരു പ്രസന്റേഷനും ഒരു 1-to-1 കമ്മ്യൂണിക്കേഷനുമാണ് നിങ്ങൾ അവിടെ നടത്തുന്നത് എങ്കിൽ നിങ്ങളുടെ സെയിൽസ് ക്ലോസ് ചെയ്യപ്പെടും, നിങ്ങളുടെ ബിസിനസ് നന്നായിട്ട് വളരും. ശ്രദ്ധിക്കുക. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലൂടെ 5 കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു. എന്ന് പറയുന്ന ഈ 15ാമത്തെ എപ്പിസോഡിലൂടെ മറ്റ്5 കാര്യങ്ങൾ നമ്മൾ വിശദമാക്കി. ഈ 10 കാര്യങ്ങൾ അടങ്ങുന്ന ഏറ്റവും നല്ല 10 ടെക്നിക്സുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും നല്ല സെയിൽസ്മാൻ ഉണ്ടായിരിക്കേണ്ട 10 ടെക്നിക്സുകൾ പൂർണ്ണമായി മനസ്സിലാക്കി അത് നിങ്ങളുടെ സെയിൽസ് മേഖലയിൽ നിങ്ങൾ പ്രാവർത്തികമാക്കുകയാണോ എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, നിങ്ങൾ സെറ്റ് ചെയ്ത രീതിയിൽ നിങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് സാധിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ വല്ല സേവനവും ബിസിനസ് രംഗത്ത്, മാർക്കറ്റിംഗ് രംഗത്ത്, മാനേജ്മെന്റ് തലത്തിൽ, അത് വേണ്ട വല്ല ട്രെയിനിങ് തലത്തിൽ നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്.